ഇവിടെ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ മഹ്റൂഫാണ് കേസിൽ ഒന്നാം പ്രതി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പ്രതിപട്ടികയിലുണ്ട്. വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചെന്നും ജീവനക്കാരെ പൂട്ടിയിട്ട് തീയിട്ടെന്നും എഫ്ഐആറിൽ. ഫാക്ടറിക്ക് 5 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നും എഫ്ഐആറിൽ പറയുന്നു. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ജനകീയ സമരം അടിച്ചമർത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയെന്ന DIG യതീഷ് ചന്ദ്രയുടെ നിലപാട് പച്ചക്കള്ളമാണെന്നും ഇവർ പറയുന്നു. ഫ്രഷ് കട്ട് ഫാക്ടറിയുടെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഇന്നലെ സമരത്തിലുണ്ടായത്. അവർ പറയുന്നത് തങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല, സമരം അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ തങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നും പ്രദേശവാസികൾ ചോദിക്കുകയാണ്. ഇത് 6 വർഷമായി നമ്മൾ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. പക്ഷെ നമ്മൾ സമാധാനപരമായിട്ടൊരു ഇതാണ് നടത്തിയത്. പക്ഷേ ഇതൊരു ആസൂത്രണ പരിപാടിയൊന്നും അല്ല ചെയ്തത്. കാരണം ഞാനും ഇവിടെ നാട്ടുകാരനാണ്. അപ്പോൾ ഇത് ആസൂത്രണ പരിപാടിയൊന്നും അല്ല. കാരണം നാളെ 6 വർഷമായി നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രശ്നത്തെ ഒരു ഒത്തുതീർപ്പിലൂടെ പോകാൻ വേണ്ടിയാണ് നോക്കിയത്. അപ്പോൾ ഇതൊരു ആസൂത്രണ പരിപാടി അല്ല, അത് സമാധാനപരമായിട്ടൊരു പരിപാടിയാണ് വെച്ചത്. അപ്പോൾ ആക്രമണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ കൂടെ കളിക്കുന്നത് എന്താണെന്ന് അറിയില്ല, പക്ഷേ അവർ ചെയ്യുന്നതാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ ജനങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്. മനുഷ്യ കവചം എന്ന് പറയുന്നത് തീർത്തും ബാലിശമാണ്. കാരണം അവിടെ സമരം ചെയ്യുന്ന കൂട്ടത്തിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരിതിൻ്റെ ദുരിതം പേറുന്ന ആളുകളാണ്, ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. 6 വർഷക്കാലമായി ഇതിൻ്റെ ദുരിതം പേറുന്ന ആളുകളാണ് ഈ കുട്ടികളും സ്ത്രീകളും. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വീടുകളിൽ നിന്ന് 6 മണി കഴിഞ്ഞാൽ സ്വസ്ഥമായി പഠിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ ദുരിതം പേറുന്ന ആളുകളാണ് ഈ സ്ത്രീകളും കുട്ടികളും. അതുകൊണ്ടാണ് അവർ ആ സമരത്തിന് മുൻപന്തിരുന്നത്. അല്ലാതെ അതിനെ മനുഷ്യ കവചമാക്കി എന്ന് പറയുന്ന യതീഷ് ചന്ദ്രയുടെ നിലപാട് തിരുത്തും ബാലിശമാണ്. അതാണ് പറയാനുള്ളത്. അത് ശരിയല്ല, ആ ഒരു നിലപാട് ശരിയല്ല. അനീസ് അലി അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു താമരശ്ശേരിയിൽ നിന്ന്. അനീസ്, സമീപകാലത്ത് നാട് കണ്ട ഏറ്റവും രൂക്ഷമായ ജനകീയ സമരങ്ങളിൽ ഒന്നാണ് ഇന്നലെ താമരശ്ശേരി കണ്ടത്. അതിനിടയിൽ നിർഭാഗ്യകരമായ ചില സംഭവങ്ങളും ചില അനിഷ്ട സംഭവങ്ങളും ചില അക്രമ സംഭവങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടിയും അപ്പോൾ അതിനെ തുടർന്നുള്ള പോലീസിന്റെ നീക്കങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR ഇട്ടുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലീസിന്റെ ഈ തുടർ നീക്കങ്ങളിൽ പ്രദേശവാസികളുടെ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായും സൈഫുദ്ദീൻ, ഈ 6 വർഷമായി സമാധാനപരമായി നടക്കുന്ന ഫ്രഷ് കട്ടിനെതിരായ ഒരു ജനകീയ സമരം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ആ അക്രമ സംഭവങ്ങളോടുകൂടി. അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന നടപടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസ് കടുത്ത വകുപ്പുകൾ, സൈഫ് സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് FIR ഇട്ടുള്ളത്. കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ തന്നെയും തീ വെച്ച് നശിപ്പിക്കുക, അതുപോലെ തന്നെ ആ കമ്പനി ഉദ്യോഗസ്ഥരെ മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ട് തീ വെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുതര വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് നിലക്കും പോലീസും നാട്ടുകാരും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ് കട്ടിനെതിരായ സമരത്തെക്കുറിച്ച് യതീഷ് ചന്ദ്ര ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറയുന്നത് ഇത് ആസൂത്രിതമായ അക്രമമായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ഒരു പറ്റം ആളുകൾ ആസൂത്രിതമായി അക്രമം നടത്തുകയായിരുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് പുറത്തു വന്ന FIR പ്രകാരവും കടുത്ത വകുപ്പുകൾ പ്രകാരം 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് നമ്മൾ എത്തുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ നിൽക്കുന്നത് താമരശ്ശേരിയിലെ ജനറൽ ഹോസ്പിറ്റലിലാണ്. ഈ പ്രദേശത്ത് ആളുകൾ, പരിക്കുപേറ്റ ആളുകളൊക്കെ ഈ ഹോസ്പിറ്റലിലുണ്ട്, പല ആശുപത്രികളിലുമായുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലും പ്രയാസത്തിലുമാണ് അവരുള്ളത്. കഴിഞ്ഞ 6 വർഷമായി ഈ ദുരിതം പേറുന്ന ആളുകളാണ്. കടുത്ത ഈ അറവ് മാലിന്യം, അതിന്റെ ദുർഗന്ധം എന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറം 4000 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ അതുപോലും ഇപ്പോൾ സംസാരിക്കാൻ ആൾക്കാർക്ക് ഭയമാകുന്ന തരത്തിൽ, എല്ലാവരും നോട്ടപ്പുള്ളികളാണ് എന്ന തരത്തിൽ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും സമീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും നമുക്ക് പറയാവുന്ന ഒരു കാര്യം, മുത്തങ്ങ
വെടിവെപ്പ് ഉണ്ടായിരുന്നതിന് സമാനമായ ഒരു അന്തരീക്ഷം ആളുകൾക്കിടയിൽ, ആളുകളുടെ ഒരു ഭീതി ആ തരത്തിൽ. എന്താണ് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് നമ്മൾ സംസാരിക്കുന്ന ആളുകളൊക്കെയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും, അവരാരും ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ പോലും ധൈര്യപ്പെടാത്ത സാഹചര്യമുണ്ട്. ഒരിക്കലും സമീകരിക്കാനാകാത്ത ഉദാഹരണമാണെങ്കിൽ പോലും നമ്മൾ കണ്ട സമീപകാലത്തെ ഒരു ചിത്രം ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. വലിയ പ്രയാസമാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജനകീയ സമരം, യഥാർത്ഥത്തിൽ ന്യായമായ ആവശ്യത്തിന് 6 വർഷമായി അവർ നടത്തുന്ന ഒരു സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ കൈവിട്ടു പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം ഇന്നലെ യതീഷ് ചന്ദ്ര സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി വഴി തടയൽ സമരം പോലുള്ള സമരങ്ങളൊന്നും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രതികരണങ്ങൾ, നാട്ടുകാർ സംസാരിക്കാൻ തയ്യാറായ ചില ആളുകൾ പറയുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഇനി എവിടെ പോകും? 6 വർഷമായി ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. പോലീസ് ഈ സംരക്ഷണം കമ്പനിക്ക് കൊടുക്കുന്നതിന് പകരം ന്യായമായ തങ്ങളുടെ ആവശ്യത്തോടൊപ്പം പോലീസും അധികാരികളും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ MK മുനീർ MLA അടക്കം പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുക എന്നതാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശരിയായ നടപടി എന്നടക്കം MLA അടക്കം, അതുപോലെ ഈ പ്രദേശത്തെ പ്രാദേശിക ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ആ നാട്ടുകാരുടെ വികാരത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നിയമലംഘനങ്ങൾ, ധാരാളം നിയമലംഘനങ്ങൾ. ഈ പ്രദേശത്തെ പുഴ മലിനമാകുന്നു, കുടിവെള്ളം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ഈ ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത, നമ്മൾ സംസാരിച്ചതിൽ ഒരാളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസറായി മരിക്കുകയായിരുന്നു. അവരുടെ അവസാനത്തെ ആഗ്രഹം വീട്ടിൽ മണമില്ലാതെ, ദുർഗന്ധമില്ലാത്തൊരു സമയത്ത് വീട്ടിൽ വന്ന് കിടക്കണം, അവിടെ മരിക്കണമെന്നായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അവർ മറ്റൊരു വീട്ടിൽ വെച്ചാണ്, ബന്ധുവീട്ടിൽ മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് മരിച്ചത് എന്നൊക്കെ നമ്മോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ കടുത്ത ദുരിതം പേറുന്നുണ്ട്. കടുത്ത ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ പോലുള്ള ദുരിതം തന്നെ ആളുകളുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് സമരരംഗത്തേക്ക് ഈ ആളുകളൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ള